ഫൈനലി ലാസ്റ്റ് ഡേ എത്തിയിരിക്കുകയാണ്. ഡേ 14 ഓഫ് മൈ 14 days പ്ലാൻ. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് ലേറ്റായി. കാര്യം ഓണത്തിനൊക്കെ ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനും വീഡിയോ എടുത്ത് വെച്ചെങ്കിൽ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒന്നും പറ്റിയിട്ടില്ല. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ രാവിലെ നടന്നിട്ട് വന്നതിന് ശേഷം മോളെ ട്യൂഷനാക്കി. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചിക്കൻ വിത്ത് വെജിറ്റബിൾ സലാഡാണ് കഴിച്ചത്. ഒരു 11 o'clock ആയപ്പം കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ഗ്രേപ്സ് ആണ് കഴിച്ചത്. ഉച്ചയ്ക്ക് ഞാൻ ചപ്പാത്തിയും 2 ചപ്പാത്തിയും പനീർ ബട്ടർ മസാല പിന്നെ കുറച്ച് ഓനിയൻസും കൂടെയാണ് കഴിച്ചത്. ഇത് മിയയുടെയും എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. ഇപ്പോൾ പലരും ഫ്രോസൺ ചപ്പാത്തിയാണ് കടയിൽ നിന്ന് മേടിച്ചിട്ട് ജസ്റ്റ് പ്രീ കുക്ക്ഡ് ആയിട്ടുള്ള ചപ്പാത്തി ഇല്ലേ ചൂടാക്കിയിട്ടൊക്കെയാണ് കഴിക്കുന്നത്. ഇതിൻ്റെ ഡയറ്റാണ് ഞാൻ 2 ചപ്പാത്തിയെ കഴിച്ചുള്ളൂ എന്നൊക്കെ പറയും. ഒരു ചപ്പാത്തി കുഴച്ച് പരത്താൻ അത്രയ്ക്ക് സമയമുണ്ടോ അല്ലേ? എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊട്ടും ഹെൽത്തി അല്ല എന്നുള്ളത്. പിന്നെ വെയിറ്റ് എത്ര കുറഞ്ഞു എന്നുള്ളത് ഞാൻ ഇതുവരെ റിവീൽ ചെയ്തില്ലല്ലോ. എനിക്ക് 2.8 kgs അറൗണ്ട് 3 kgs വെയിറ്റ് കുറഞ്ഞു. അങ്ങനെ വിത്ത് മിനിമൽ എക്സസൈസ് പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട്. പക്ഷേ ഇന്ന് ഞാൻ ഡിന്നർ തൊട്ട് ഞാൻ എൻ്റെ ഡയറ്റ് ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റിയും നടക്കുന്നതും എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഞാൻ ബ്രേക്ക് ചെയ്ത് എങ്ങനെയാണെന്നല്ലേ, ഞാൻ കിസൈസിലുള്ള അരോമ റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് പോയത്. വൈകിട്ട് പോയിട്ട് പാൽ കപ്പയും ബീഫുമാണ് കഴിച്ചത്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അടുത്ത പാൽ കപ്പ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് നല്ല റിവ്യൂ കണ്ടുകൊണ്ട് പോയതാണ്. അപ്പോൾ അങ്ങനെയാണ് ബ്രേക്ക് ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി, കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഡയറ്റ് എടുത്തത് കൊണ്ടുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ആ ഫുൾനെസ് മാറിയും പിന്നെ ഫുഡിനൊരു കൺട്രോൾ തന്നെ വരും. ക്വാണ്ടിറ്റീസ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റി. അങ്ങനെ ഞാൻ എൻ്റെ ഡയറ്റെല്ലാം തീർന്നു. ഇനിയും ഒരു ബ്രേക്കിന് ശേഷം എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതുവരെയും എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത് പ്രോഗ്രസ് ചോദിച്ചവരും പിന്നെന്താണ് ടിപ്സ് ചോദിച്ചവരും ടിപ്സ് പറഞ്ഞവരും സജഷൻസ് പറഞ്ഞവർക്കും എല്ലാം താങ്ക് യു സോ മച്ച്. അപ്പോൾ കീപ് വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.